ഹലോ സ്റ്റുഡൻസ്, ന്യൂമാറ്റിക് സിസ്റ്റം. നമുക്ക് ഈ സെക്കൻഡ് മോഡ്യൂളിൽ ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ പഠിക്കാനായിട്ടുള്ളൂ. ഇത് ആക്ച്വലി നമ്മൾ ഇതിലുള്ള 2-3 കാര്യങ്ങൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഹൈഡ്രോളിക് സിസ്റ്റം, അതിൻ്റെ എക്യുപ്മെൻറ്റ്സും ഡിവൈസസും ഒക്കെ പഠിച്ചുമ്പോൾ തന്നെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് കൂടെ നമ്മൾ പഠിച്ചായിരുന്നു. ഈ ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ ആയിരിക്കും. എയർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്യാസ് ആയിരിക്കും ഇതിലെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോളിക് സിസ്റ്റവും ന്യൂമാറ്റിക് സിസ്റ്റവും ഈ രണ്ടുമാണ് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത്. അതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് ഹൈഡ്രോളിക് സിസ്റ്റം ബേസ്ഡാണ്. അതിൻ്റെ കൂടെ വളരെ കുറച്ച് കാര്യങ്ങളെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ കൂടെ വരുന്നുള്ളൂ. ഇതിൽ തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 2-3 കാര്യങ്ങളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, അഡ്വാൻറ്റേജ് ഓഫ് ന്യൂമാറ്റിക് സിസ്റ്റം ഓവർ ഹൈഡ്രോളിക് സിസ്റ്റംസ്, അത് എക്സാമിന് ചോദിക്കാം. അതുപോലെ തന്നെ ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ നോക്കുക. അത് ഗ്യാസ് ആണ്, കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അത് മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത് ഞാൻ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. എന്താണെന്നല്ല, അത് ഗ്യാസാണ്, നോക്കിയാൽ മതി. ഒരു 5-6 പോയിൻറ്റ്സ് വെച്ച് പഠിച്ചുകൊണ്ട് പോകാം. മേ ബി 3 or 4 മാർക്സിന് എക്സാമിന് ചോദിക്കാം, അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ന്യൂമാറ്റിക് സിസ്റ്റം. പിന്നെ അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ് കമ്പാരിസൺ ഓഫ് ന്യൂമാറ്റിക് സിസ്റ്റം വിത്ത് ആൻ ഹൈഡ്രോളിക് സിസ്റ്റം. ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ എങ്ങനെയാണെന്ന് ഒരു 5-6 പോയിൻറ്റ്സ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പറയാം. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്താണെന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യത്തെ പവർ ലെവല്. ഈ ന്യൂമാറ്റിക് സിസ്റ്റവും ഹൈഡ്രോളിക് സിസ്റ്റം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ ഹെവി ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഈ ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ചാണ്. ഹൈഡ്രോളിക് സിസ്റ്റത്തിന് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ ഇപ്പോൾ ആക്ച്വേറ്റർ ആയിട്ടാണെങ്കിൽ കൂടുതൽ ഫോഴ്സ് ആക്ച്വേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മീഡിയം പ്രഷറിലൊക്കെ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആണ്. വളരെ ഹൈ പ്രഷറല്ല, മീഡിയം പ്രഷർ അല്ലെങ്കിൽ ലോ പ്രഷറിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ആണ് ന്യൂമാറ്റിക് സിസ്റ്റം. അതുകൊണ്ട് തന്നെ പവർ കുറച്ച് ലിമിറ്റഡ് ആണ്. ഹെവി ഫോഴ്സ് വേണമെങ്കിൽ സാധാരണ ഹൈഡ്രോളിക് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത സ്പീഡ് എന്ന് പറയുമ്പം ആക്ച്വലി ഈ ന്യൂമാറ്റിക് സിസ്റ്റം മീഡിയം പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല അതിൽ എയർ ആണ് യൂസ് ചെയ്യുന്നത്. എയർ അല്ലെങ്കിൽ സാധാ ഗ്യാസ് എന്ന് പറയാം. അപ്പം ഡെൻസിറ്റിയൊക്കെ വളരെ കുറവാണ്. ലിക്വിഡായിട്ട് കമ്പയർ ചെയ്യുമ്പം ഡെൻസിറ്റിയൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ വളരെ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. വളരെ ഹൈ RPM അല്ലെങ്കിൽ വളരെ ഹൈ സ്പീഡ്, ഹൈ സ്ട്രോക്കിലൊക്കെ, സ്പീഡായിട്ടുള്ള സ്ട്രോക്കിലൊക്കെ അത് സാധാരണ വർക്ക് ചെയ്യാൻ സാധിക്കും ന്യൂമാറ്റിക് സിസ്റ്റത്തിന്. അപ്പോൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം സ്പീഡ് ഹൈഡ്രോളിക് സിസ്റ്റത്തിനെക്കാളും വളരെ കൂടുതലായിരിക്കും ന്യൂമാറ്റിക് സിസ്റ്റത്തിന്. കാരണം എയർ ആയതുകൊണ്ട് തന്നെ അത് കംപ്രസ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ഒക്കെ കുറവായിരിക്കും. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് മൂവ് ചെയ്യാനുള്ള ടൈം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഹൈ സ്പീഡിൽ ആ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിന് സ്പീഡ് കൂടുതലാണ്. പിന്നെ ക്ലീൻലിനെസ്, അതായത് ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിന് ഒന്നുകിൽ അറ്റ്മോസ്ഫിയറിലുള്ള എയർ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ആക്കിയ നല്ല പ്യൂർ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഗ്യാസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് കുറച്ച് ക്ലീൻ ആയിട്ടിരിക്കും. ഇപ്പം ഹൈഡ്രോളിക് ആണെങ്കിൽ മേ ബി ലീക്കേജ് ഉണ്ടാവും, ലിക്വിഡിൻ്റെ ലീക്കേജ് ഉണ്ടാവും. ആ ലിക്വിഡ് പുറത്തോട്ട് വരികയാണെങ്കിൽ ആ മെഷീൻ തന്നെ ചിലപ്പം ഡേർട്ട് ആവാം, അല്ലെങ്കിൽ അടുത്തുള്ള മെഷീൻസിന് ഡേർട്ട് പറ്റാം, അല്ലെങ്കിൽ കൊറോഷൻ പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഹൈഡ്രോളിക് സിസ്റ്റം ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ പീരിയോഡിക്കലായിട്ടുള്ള മെയിൻ്റനൻസ് ഒക്കെ വേണം. അതേസമയം ന്യൂമാറ്റിക് സിസ്റ്റം ആണെങ്കിൽ ഇപ്പോൾ ഗ്യാസിന് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാലും, അറ്റ്മോസ്ഫിയർ എയർ ആണ് വർക്കിംഗ് ഫ്ലൂയിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് കുറച്ച് ലീക്കേജ് ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, അത് അറ്റ്മോസ്ഫിയറിലോട്ട് തന്നെ പൊയ്ക്കോളും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ക്ലീൻ ആയിരിക്കും അതിൻ്റെ വർക്കിംഗ് എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. അത് ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നോയ്സ് ലെവലും ഈ സ്പീഡ് പോലെ തന്നെ ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സൈലൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. വളരെ ഹൈ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും മീഡിയം പ്രഷറിലൊക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയ്സ് കുറവായിരിക്കും ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ. പിന്നെ ഈ ഇനിഷ്യൽ കോസ്റ്റും ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, ഇത് രണ്ടും സത്യം പറഞ്ഞാൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിനാണ് കുറവെന്ന് പറയും. കമ്പാരിറ്റീവ്ലി ഹൈഡ്രോളിക് സിസ്റ്റത്തിന് സാധാരണ ഇനിഷ്യൽ കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ എന്നാൽ പോലും ന്യൂമാറ്റിക് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ കോസ്റ്റ് കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രവുമല്ല ഈ ന്യൂമാറ്റിക് സിസ്റ്റം ആണെങ്കിൽ അതിൽ അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഹൈഡ്രോളിക് സിസ്റ്റത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണ്ടി വരും. ഈ കംപ്രസർ, അല്ലെങ്കിൽ മാത്രമല്ല ഈ ന്യൂമാറ്റിക് സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ സ്പീഡിൻ്റെ കാര്യം പറഞ്ഞു, വളരെ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹീറ്റൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള, ഹീറ്റൊക്കെ പ്രൊഡ്യൂസ് ആവാനുള്ള ഒരുപാട് സാധ്യത ഉണ്ട് എന്നല്ല, ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ആവും.
അപ്പോൾ അതിനെ ഡിസിപ്പേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഹീറ്റിനെ റിമൂവ് ചെയ്യാനോ ആയിട്ടുള്ള കൂളേഴ്സ് അല്ലെങ്കിൽ ബാക്കി ഹീറ്റ് റിമൂവ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും ഈ ന്യൂമാറ്റിക് സിസ്റ്റത്തിന്. ഈ കംപ്രസർ വർക്ക് ചെയ്യണം, മാത്രമല്ല അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഹീറ്റിംഗ് കുറയ്ക്കാനുള്ള അഡീഷണൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കണം. മാത്രമല്ല എഫിഷ്യൻസി, ഈ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട്, ഹീറ്റ് എന്ന് പറഞ്ഞാൽ ലോസ് ആണല്ലോ, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ അത്രത്തോളം എഫിഷ്യൻ്റ് അല്ല ന്യൂമാറ്റിക് സിസ്റ്റംസ്. അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സാധാരണ കൂടുതലായിരിക്കും. അപ്പം കോസ്റ്റിൻ്റെ കേസ് വരികയാണെങ്കിൽ ഇനിഷ്യൽ കോസ്റ്റും ഓപ്പറേറ്റിംഗ് കോസ്റ്റും കമ്പാരിറ്റീവ്ലി ന്യൂമാറ്റിക് സിസ്റ്റത്തിന് കൂടുതലാണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ കോസ്റ്റും ഓപ്പറേറ്റിംഗ് കോസ്റ്റും കൂടുതലാണ് എന്ന് പറയാം ന്യൂമാറ്റിക് സിസ്റ്റത്തിന്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഒന്ന് ഓർത്ത് വച്ചേക്കുക. അപ്പോൾ ഇതാണ് ന്യൂമാറ്റിക് സിസ്റ്റവും ഹൈഡ്രോളിക് സിസ്റ്റവും തമ്മിലുള്ള കമ്പാരിസൺ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഡീറ്റെയിൽസ് ഉണ്ട്, അതൊന്ന് വായിച്ച് നോക്കുക. തിയറി ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. രജപുത്തിലോ അല്ലെങ്കിൽ എയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിലോ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ന്യൂമാറ്റിക് സിസ്റ്റം. ഇനി നമുക്ക് ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ്, അതായത് നമ്മളുടെ ഈ ലേഔട്ട്, ഇങ്ങനൊരു ലേഔട്ട് സംഭവം നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിനും പഠിച്ചു. ഹൈഡ്രോളിക് ആക്ച്വേഷൻ സിസ്റ്റത്തിൻ്റെ ലേഔട്ട് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടു. അതേ സംഭവം തന്നെ ന്യൂമാറ്റിക് സിസ്റ്റത്തിന് യൂസ് ചെയ്യണം. അപ്പോൾ ഇത് മേ ബി എക്സാമിന് കമ്പോണൻസ് ഓഫ് എ ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഫിഗർ വരച്ചിട്ട് ഇതിലുള്ള ഓരോ കമ്പോണൻസിൻ്റെയും ഫംഗ്ഷൻ എന്താണ്, വർക്കിംഗ് എന്താണ് എന്ന് ചെറുതായിട്ട് എഴുതേണ്ടി വരും. അത് സാധാരണ മേ ബി ഈവൻ 10 മാർക്സിന് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്സിന് ചോദിക്കാം. ഫിഗറൊക്കെ സിമ്പിളാണ്, ഇത്രയും കമ്പോണൻസേ ഉള്ളൂ, നമുക്ക് ഈസി ആയിട്ട് കമ്പോണൻസിൻ്റെ വർക്കിംഗ് എന്താണെന്നൊക്കെ എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് കമ്പോണൻസ് ഓഫ് എ ന്യൂമാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ന്യൂമാറ്റിക് ആക്ച്വേഷൻ സിസ്റ്റത്തിൻ്റെ നെറ്റ്വർക്ക് ഒന്നോ അല്ലെങ്കിൽ സർക്യൂട്ട് ഒന്നോ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഫിഗർ തന്നെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. എയർ ഇൻ, ഇത് ന്യൂമാറ്റിക് സിസ്റ്റം ആയതുകൊണ്ട് എയർ ആണ് അതിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡ്. അപ്പോൾ എയർ അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് എടുക്കുന്നത് എന്ന് കരുതുക. വേറെ ഗ്യാസ് ഒന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിലുള്ള എയർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് അറ്റ്മോസ്ഫിയറിൽ നിന്നായിരിക്കും എടുക്കുന്നത്. അത് ഫിൽറ്റർ വഴി നേരെ കംപ്രസർ എന്ന് പറയുന്ന ഡിവൈസിലോട്ട് എത്തും. എന്തിനാണ് കംപ്രസർ എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടാങ്കിൽ നിന്നൊന്നും അല്ല ഗ്യാസ് വരുന്നത്, അറ്റ്മോസ്ഫിയറിക് എയർ ആണ് എങ്കിൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസിൽ നിന്നായിരിക്കും എയർ വലിച്ചെടുക്കുന്നത്. അത് ഫിൽറ്റർ വരെ ഫിൽറ്റർ ചെയ്തിട്ട് നേരെ കംപ്രസറിലോട്ട് എത്തും. കംപ്രസർ എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം, പ്രഷർ ഇൻക്രീസ് ചെയ്യാനായിട്ട്, നമ്മൾ ഹൈ പ്രഷറായിട്ട് കൂട്ടാനായിട്ട്, ഗ്യാസിൻ്റെ അല്ലെങ്കിൽ എയറിൻ്റെ പ്രഷർ കൂട്ടാൻ വേണ്ടിയാണ് കംപ്രസർ ഉപയോഗിക്കുന്നത്. ആ കംപ്രസറിൽ നിന്ന് ഹൈ പ്രഷർ എയർ നേരെ എയർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിലോട്ട് എത്തും. ഇതെന്തിനെന്ന് പറഞ്ഞാൽ ഈ കംപ്രസറിൽ നിന്ന് വരുന്ന എയർ എന്ന് പറയുന്നത് വളരെ ഹൈ ഹീറ്റ് ആയിരിക്കും. കാരണം കംപ്രസ് ചെയ്യുമ്പം ചൂട് കൂടുമല്ലോ. അപ്പോൾ ആ ഹീറ്റിനെ റിമൂവ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഈ എയർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ എയറിൽ എന്തെങ്കിലും മോയ്സ്ചറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ മോയ്സ്ചറും കൂടെ റിമൂവ് ചെയ്യണം. എന്നിട്ടാണ് അത് റിസർവോയർ എന്ന് പറയുന്ന ടാങ്കിലേക്ക് വിടുന്നത്. അപ്പോൾ ഈ കംപ്രസർ വഴി ഹൈ പ്രഷർ എയർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ കൂടെ കയറി അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടാണ് റിസർവോയറിൽ വന്ന് സ്റ്റോർ ആവുന്നത്. അപ്പോൾ റിസർവോയർ എന്ന് പറഞ്ഞാൽ ഒരു ടാങ്ക് എന്ന് തന്നെ പറയാം, ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ടാങ്ക് എന്ന് തന്നെ പറയാം. അതിൽ പ്രഷർ ഗേജൊക്കെ കാണും, അതിനുള്ള പ്രഷർ എത്രയാണെന്ന് മെഷർ ചെയ്യാനായിട്ട് പ്രഷർ ഗേജ് കാണും. ആ റിസർവോയറിലായിരിക്കും ഈ ഹൈ പ്രഷർ എയർ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്തായിരിക്കും ഈ കൺട്രോൾ വാൾവിലേക്ക് ഹൈ പ്രഷർ എയറിനെ വിട്ടുകൊടുക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ് കംപ്രസറിൽ നിന്ന് എയർ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റിൽ നിന്ന് ഡയറക്റ്റ് കൺട്രോൾ വാൾവിലേക്ക് ഒരിക്കലും എയർ പോകത്തില്ല. ഹൈ പ്രഷർ എയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു റിസർവോയർ ഉണ്ടായിരിക്കും, ഒരു ടാങ്ക് ഷേപ്പിൽ ഒരു പോർഷൻ അവിടെ കാണും, അതിലായിരിക്കും ഹൈ പ്രഷർ എയർ സ്റ്റോർ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രഷർ എത്രയാണെന്ന് മെഷർ ചെയ്തിട്ട്, റിയൽ ടൈം പ്രഷർ ലൈവായിട്ട് മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ഈ കംപ്രസർ വർക്ക് ചെയ്യാനുള്ള മോട്ടറിൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. ഈ മോട്ടർ ഉപയോഗിച്ചാണ് കംപ്രസർ റൺ ചെയ്യുന്നത്. ഈ മോട്ടർ ഇതിൻ്റെ അകത്ത് സഫീഷ്യൻറ്റ് പ്രഷർ ഇല്ല എങ്കിൽ ഈ മോട്ടർ ഓൺ ആവും. ആ മോട്ടർ ഓൺ ചെയ്ത് കംപ്രസർ ഉപയോഗിച്ച് എയറിനെ കംപ്രസ് ചെയ്ത് റിസർവോയറിലോട്ട് എത്തിക്കും. റിസർവോയറിൽ സഫീഷ്യൻറ്റ് പ്രഷർ ആയി കഴിയുമ്പോൾ ഒരു പറഞ്ഞിട്ടുള്ള ഒരു പ്രഷറുണ്ട്, വളരെ ഹൈ പ്രഷർ, ആ ലിമിറ്റ് എത്തുമ്പോഴേക്കും അത് സിഗ്നൽ കൊടുക്കും മോട്ടർ ഓഫ് ചെയ്യാനായിട്ട്. അങ്ങനെ മോട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്രസർ വർക്ക് ചെയ്യത്തില്ല. അത് പിന്നെ അവിടെ ഇതിൻ്റെ അകത്തുള്ള എയർ അതിൻ്റെ അകത്ത് തന്നെ സ്റ്റോർ ആവും. അപ്പോൾ എപ്പോഴാണോ പ്രഷർ, ഈ റിസർവോയറിലുള്ള പ്രഷർ എപ്പോഴാണോ കുറയുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ ഓൺ ചെയ്ത് കംപ്രസർ ഇതിനെ എയറിൻ്റെ കംപ്രസ് ചെയ്ത് എയറിൻ്റെ പ്രഷർ കൂട്ടി ഈ റിസർവോയറിലോട്ട് എത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ മോട്ടറിൻ്റെ കൺട്രോൾ വരുന്നതും ആക്ച്വലി റിസർവോയറിൽ നിന്നുള്ള സിഗ്നലാണ്. റിസർവോയറിൽ പ്രഷർ മെഷർ ചെയ്യാനുള്ള ഡിവൈസസ് കാണും. ആ ഡിവൈസസാണ് ഈ മോട്ടർ എപ്പോൾ ഓൺ ചെയ്യണം ഓഫ് ചെയ്യണം എന്നുള്ള കൺട്രോളും ഡിസൈഡ് ചെയ്യുന്നത് ആ പ്രഷർ ഗേജ് ആയിരിക്കും. റിസർവോയറിൽ കണക്ട് ചെയ്തിരിക്കുന്ന പ്രഷർ ഗേജ് ആയിരിക്കും. ഈ റിസർവോയറിൽ നിന്നാണ് കൺട്രോൾ വാൾവിലേക്ക് ഹൈ പ്രഷർ എയർ എത്തുന്നത്. ഈ കൺട്രോൾ വാൾവ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഡയറക്ഷൻ കൺട്രോൾ വാൾവ്. എന്താണ് പി എന്നും എ എന്നും ബി എന്നും ആർ എന്നും ഒക്കെ ഉള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇവിടെ ടി ആണ് യൂസ് ചെയ്യേണ്ടിയിരുന്നത്. ഹൈഡ്രോളിക് ആണെങ്കിൽ ടി എന്ന ആൽഫബറ്റ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. ഇത് ന്യൂമാറ്റിക് ആയതുകൊണ്ടാണ് ഇവിടെ ആർ എന്ന് പറയുന്ന ലെറ്റർ ആൽഫബറ്റ് യൂസ് ചെയ്യുന്നത്.
ഇത് എന്ന് പറയുന്ന എക്സോസ്റ്റ് ആണ്, അതായത് ഔട്ട്ലെറ്റ്. ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ എയർ, പ്രഷർ കുറഞ്ഞ എയർ തിരിച്ച് പുറത്തേക്ക് കളയണം. അതിന് വേണ്ടിയുള്ള പോർട്ടിനെയാണ് R എന്നുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് നേരെ എക്സോസ്റ്റ് എയർ എന്ന് പറഞ്ഞ് ഒരു ഓപ്പൺ സ്പേസിലോട്ട് അങ്ങ് തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ എയർ ആണല്ലോ. അതല്ല വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിലോട്ട് വിടത്തില്ല. അത് ഏതെങ്കിലും സ്റ്റോറേജ് ടാങ്കിലോട്ടായിരിക്കും പോകുന്നത്. അവിടെ നിന്നാണെങ്കിൽ പിന്നെ ഈ ഫിൽറ്റർ വഴി വീണ്ടും കയറുന്നത്. അത് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇതിലിപ്പം അറ്റ്മോസ്ഫിയർ എയർ ആണ്, വർക്കിംഗ് ഫ്ലൂയിഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ഓപ്പൺ സ്പേസിലോട്ട് അങ്ങ് എക്സോസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇതെന്ന് പറയുന്നത് ഒരു എയർ സിലിണ്ടറാണ്. നമ്മുടെ ഹൈഡ്രോളിക് സിലിണ്ടർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പഠിച്ചു. ഹൈഡ്രോളിക് സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ലീനിയർ ആക്ച്വേറ്റർ, അതിനെയാണ് ഹൈഡ്രോളിക് സിലിണ്ടർ എന്ന് പറയുന്നത്. ഇതും ലീനിയർ ആക്ച്വേറ്റർ തന്നെയാണ്, പക്ഷേ ഹൈഡ്രോളിക് അല്ല, ന്യൂമാറ്റിക് ആണ്. അതുകൊണ്ട് ഇതിനെ എയർ സിലിണ്ടർ എന്നാണ് സാധാരണ പറയുന്നത്. അപ്പോൾ ഇതൊരു ഡബിൾ ആക്ടിങ് എയർ സിലിണ്ടർ ആണ്. പിസ്റ്റൻ്റെ രണ്ട് സൈഡിലോട്ടും ഹൈ പ്രഷർ എയർ എത്തും. പിസ്റ്റൺ താഴെ നിന്ന് മുകളിലോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഈ ഏരിയയിലായിരിക്കും ഹൈ പ്രഷർ എയർ വന്ന് നിറഞ്ഞ് പിസ്റ്റനെ മുകളിലോട്ട് പുഷ് ചെയ്യുന്നത്. പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഈ ഏരിയയിലായിരിക്കണം ഹൈ പ്രഷർ എയർ എത്തേണ്ടത്. അത് വന്ന് പിസ്റ്റനെ പുഷ് ചെയ്യും. അപ്പോൾ ഈ പിസ്റ്റനെ താഴോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള എയർ തിരിച്ചിറങ്ങണം. അതിനാണ് ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് ബിയും ആറും തമ്മിലായിരിക്കും കണക്ഷൻ. അതേസമയം പിസ്റ്റൻ മുകളിലോട്ട് പുഷാവുന്ന സമയത്ത്, മുകളിലോട്ട് നീങ്ങുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള എയർ ആണ് നേരെ എക്സോസ്റ്റ് വഴി പുറത്തു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് പോർട്ട് എയും ആറും തമ്മിലായിരിക്കും കണക്ഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹൈ പ്രഷർ എയർ എത്തണമെങ്കിൽ പിയും എയും തമ്മിലായിരിക്കും കണക്ഷൻ പോകുന്നത്. ഈ ഏരിയയിൽ ഹൈ പ്രഷർ എയർ എത്തണമെങ്കിൽ പിയും ബിയും തമ്മിലായിരിക്കും കണക്ഷൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ വാൾവിന് എങ്ങനെയാണോ പഠിച്ചത് അതേ പ്രിൻസിപ്പിളും അതേ വർക്കിംഗ് ഒക്കെ തന്നെയാണ് ഇവിടെയും ഡയറക്ഷൻ കൺട്രോൾ വാൾവിനുള്ളത്. ഇതാണ് കമ്പോണൻസ് ഓഫ് എ ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമിന് മേ ബി ന്യൂമാറ്റിക് ആക്ച്വേഷൻ സിസ്റ്റത്തിൻ്റെ സർക്യൂട്ട് വരയ്ക്കാനൊക്കെ പറയുകയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം വരച്ചാണ് അതിൻ്റെ കമ്പോണൻസും അതിൻ്റെ വർക്കിംഗ്, ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു ജനറൽ ഓവർവ്യൂ എന്ന് പറയുന്നത്. അടുത്ത വീഡിയോ മുതൽ നമ്മൾ ന്യൂമാറ്റിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന 2-3 ഡിവൈസിനെ പറ്റി ഒന്ന് പഠിക്കാം. അതും കൂടെ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ മോഡ്യൂൾ പഠിക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.